ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ജിപ്പോട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത താമസ് ആണ്. അപ്പൊ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കുമല്ലോ എല്ലാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. യെസ്, എടാ ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 20 മാർക്ക് സെറ്റ് ആണ്. അതിനുള്ള കംപ്ലീറ്റ് ഏറ്റവും ഈസി ആയിട്ട് 3 ഫോർമാറ്റ്, അത് ഏതൊരു എന്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന 3 ഫോർമാറ്റ് ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 20 മാർക്ക് സെറ്റ് ആക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എടാ നല്ല അടിപൊളി ഫോർമാറ്റ് ആണ്, വേഗം തന്നെ പഠിച്ചോന്ന് പറഞ്ഞ് വേഗം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ കേറി വേടാ മക്കളെ, നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. ഫസ്റ്റ് വൺ സ്പീച്ച് ആണ്. എടാ ഏത് സ്പീച്ച് വന്നു കഴിഞ്ഞാലും ആരുടെ സ്പീച്ചോ വന്നോട്ടെ, ആരുടെയോ വന്നോട്ടെ, ഇനിയിപ്പോ നിങ്ങളുടെ സ്വന്തം സ്പീച്ച് ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ആരുടെ സ്പീച്ചിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫോർമാറ്റ് ആണ്. നോക്കിയിടാ. യെസ്, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, സ്പീച്ച് ഒക്കെ ചോദിക്കുന്ന സമയത്ത് മിനിമം 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം. 6 അല്ലെങ്കിൽ ചില സമയത്ത് 8 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ ഇതിന്റെ വാല്യൂ കുറച്ചുകൂടെ കൂടും കേട്ടോ. അപ്പൊ എന്തായാലും നോക്കി വെച്ചോടാ. അതിന് നിങ്ങൾ ഒരു സാല്യൂട്ടേഷൻ കൊടുക്കുക. ഗുഡ് മോർണിംഗ് എവ്രി വൺ അല്ലെ, അങ്ങനെ പറഞ്ഞോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അതിനകത്ത് അല്ലെ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ വെറുതെ ഒരു ഗുഡ് മോർണിംഗ് എവ്രി വൺ കൊടുക്കുക. നെക്സ്റ്റ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലെ, നമ്മൾ എല്ലാവരും പറയണം. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൻസർ അറ്റ്ലീസ്റ്റ് വായിച്ചു നോക്കുന്ന തുടക്കത്തിലെങ്കിലും ഒരു ഇംപ്രഷൻ നേടുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ പേപ്പർ എടുത്ത് വായിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് തോന്നണം അല്ലെ, എന്തൊക്കെയോ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ പൊട്ടും കൂടിയും പഠിച്ച് വന്നിട്ടുണ്ടെന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, teachers and my dear friends, I am glad to stand here today to talk about. Okay, അപ്പൊ ഇത്രയും സാധനം ഇതുപോലെ എഴുതി വെച്ചതിന് ശേഷം ആ ടോക്ക് അബൌട്ട് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ നിങ്ങൾ സ്പീച്ച് എഴുതാൻ വേണ്ടി പോകുന്നത്, ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് എന്നായിരിക്കും ഉണ്ടാവുക. സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ച് തന്നെയാണ് കേട്ടോ. യെസ്, അപ്പം എന്തിനെ കുറിച്ചാണോ ആ ടോപ്പിക് അവിടെ അങ്ങോട്ട് എഴുതി വെക്കുക. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ആ ടോപ്പിക് എഴുതി വെക്കുക. ദെൻ ഐ അപ്രിഷിയേറ്റ് ദ ഓർഗനൈസേഴ്സ് ഫോർ ഗിവിംഗ് മീ ദിസ് ചാൻസ് ടു സ്പീക്ക്. അപ്പം നെക്സ്റ്റ് എഴുതേണ്ടത് എന്താണ്? ഐ അപ്രിഷിയേറ്റ് ദ ഓർഗനൈസേഴ്സ് ഫോർ ഗിവിംഗ് മീ ദിസ് ചാൻസ് ടു സ്പീക്ക്. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു കാര്യം കൂടെ പറയാ. നെക്സ്റ്റ്, മെയിൻ കോണ്ടന്റ് ഓഫ് ദി സ്പീച്ച്. എടാ ഈ മെയിൻ കോണ്ടന്റ് ഓഫ് ദി സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ സ്പീച്ച് എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അല്ലെ. അപ്പം അത് ഇപ്പം സപ്പോസ് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണെന്ന് നമുക്ക് ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ. യെസ്, അപ്പൊ ഡ്രഗ് അബ്യൂസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ടുഡേ വി നോ ദാറ്റ് ഇൻ അവർ സൊസൈറ്റി ഡ്രഗ് അബ്യൂസ് ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് ഡേ ബൈ ഡേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുക. അതായത് ഓരോ ദിവസവും നമ്മുടെ സൊസൈറ്റിയിൽ ഡ്രഗ് അബ്യൂസ് കൂടിക്കൊണ്ട് വരികയാണ്. സോ ഇൻ ദിസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സാഹചര്യത്തിൽ അല്ലെ വി നീഡ് ടു ബി അലേർട്ട് അല്ലെ, നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. ആദ്യം ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള പോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ അതിനൊരു എന്താ പറയാ, ഒരു ഇങ്ങനെയൊക്കെയാണ്, ഇത് വലിയ സംഭവമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. ലാസ്റ്റ് അതിനൊരു കൺക്ലൂഷൻ പോലെ കൂടെ കൊടുക്കുക. അതായത് ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് ഒരുമിച്ച് ചേരണം എന്നുള്ളത്. അപ്പൊ ആ കൺക്ലൂഷൻ കൊടുക്കാനുള്ള കാര്യം ഇതാ ഇങ്ങനെയാണ്. ഐ ഹോപ്പ് മൈ പോയിന്റ്സ് വെർ ക്ലിയർ. അപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ സ്പീച്ചിന്റെ ബോഡി എഴുതുക കേട്ടോ. എന്താണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം കുറച്ച് ഇങ്ങനെ എഴുതി വെക്കുക. I hope my points were clear. Let's come together, support each other and make this world a better place. ഇതൊക്കെ ബൈ ഹാർട്ട് ഇങ്ങനെ തന്നെ പഠിച്ചോ. ഏത് സ്പീച്ചിന്റെ അവസാനം ഇത് തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഐ ഹോപ്പ് മൈ പോയിന്റ്സ് വെർ ക്ലിയർ. ലെറ്റ്സ് കം ടുഗദർ, നമുക്ക് ഒരുമിച്ച് വരാം. കം സപ്പോർട്ട് ഈച്ച് അതർ അല്ലെ, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. ആൻഡ് മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ്. എന്നിട്ട് നമുക്ക് ഈ ലോകത്തിനെ ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാം. താങ്ക് യു ഫോർ യുവർ ടൈം അല്ലെ, നിങ്ങളുടെ സമയത്തിന് നന്ദി. കാരണം നമ്മൾ പറയുന്നത് എത്ര നേരം കേട്ടതിനാണല്ലോ. സോ നിങ്ങളുടെ സമയത്തിന് നന്ദി. വിത്ത് ദിസ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്. വിഷ് യു ഓൾ a wonderful day. Thank you അല്ലെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആ സാധനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പീച്ചായി. മക്കളെ ഈ ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മക്കളെ ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത അതാണ്, നിങ്ങൾ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് മാത്രമല്ല ഫോർമാറ്റിന് കൃത്യമായിട്ട് അവിടെ മാർക്ക് ഉണ്ട്. അപ്പൊ സ്പീച്ച് ആണ്, ഒരു സ്പീച്ച് അത് സ്പീച്ച് ആണെന്ന് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വേണം. സ്പീച്ചിന്റെ ഫോർമാറ്റ് ഇതാണ്. ഈ ഫോർമാറ്റിന് മാർക്ക് ഉണ്ട്. 6 മാർക്ക് നിങ്ങൾ എഴുതി വെക്കുന്നതിൽ ഒരു മിനിമം 2, 2.5, 3 മാർക്കെങ്കിലും. അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2, 2.5, 3 മാർക്ക് ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾക്ക് എഴുതിയിട്ടില്ല, സ്പീച്ച് ഒന്നും എഴുതാൻ അറിയില്ല, നിങ്ങൾ ഈ ഫോർമാറ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനും കൂടെ പറ്റുകയാണെങ്കിലടാ 5, 5.5 മാർക്ക്. നല്ല അടിപൊളിയായിട്ട് എഴുതുന്നവരാണെങ്കിൽ 6 മാർക്ക് ഗ്യാരണ്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ. എടാ ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ എഴുതാനുള്ള ലെറ്ററിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ഫോർമാറ്റ് ആണ് കേട്ടോ. യെസ്, അപ്പൊ എന്ത് പ്രശ്നത്തിനെ വെച്ചിട്ടാണെന്നെങ്കിലും ഒരു എഡിറ്റർക്ക് എഴുതാനുള്ള ഒരു ഫോർമാറ്റിന്റെ അല്ലെ, എഡിറ്റർക്ക് എഴുതാനുള്ള ലെറ്ററിന്റെ ഒരു കിടിലൻ ഫോർമാറ്റ് ആണ്. നോക്കിയിടാം.
യെസ്, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ അഡ്രസ്സ് നമ്മളുടെ പേരിൽ. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ പേരെന്താ? എന്റെ പേര് വർണ്ണിത എന്നാണ്. യെസ്, അപ്പൊ അവിടെ വേണമെങ്കിൽ പേര് കൊടുക്കാം അല്ലെ? യെസ്, അപ്പൊ പേര് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് അഡ്രസ് അല്ലെ? അപ്പൊ അഡ്രസ് കൊടുക്കാം. പ്ലേസ് സ്ഥലം കൊടുക്കാം. പിന്നെ നമ്മളുടെ ഡേറ്റ്. ഇത്രയും നമ്മൾ ആ ലെറ്റർ എഴുതുന്ന ദിവസത്തെ ഡേറ്റ്, എന്തെങ്കിലും ഒരു ഡേറ്റ്, ഏതെങ്കിലും വർഷത്തൊരു ഡേറ്റ്. അപ്പം ആ ഒരു ഡേറ്റും കൂടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ് ആയി. അപ്പൊ ആദ്യം നമ്മൾ നമുക്ക് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാന്നുള്ള ആലോചിച്ചാൽ മതി. അപ്പം ഫസ്റ്റ് നമ്മുടെ അഡ്രസ് എഴുതണം, അതിന്റെ ശേഷം ടു അഡ്രസ്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഒന്നെങ്കിൽ ദ ഹിന്ദു, അല്ലെങ്കിൽ മാതൃഭൂമി, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേപ്പർ വെക്കുക. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഒരു അഡ്രസ് പോലെ ദ ചീഫ് എഡിറ്റർ. ഓക്കെ, എഡിറ്റർക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്, ഡെസിഗ്നേഷൻ. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ഥാനം. ഓക്കെ, ആ സ്ഥാനം എന്താണ്? ചീഫ് എഡിറ്റർ എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പൊ നിങ്ങൾ ദ ചീഫ് എഡിറ്റർ ഹിന്ദു കൊച്ചി, ഇങ്ങനെ ഒരു അഡ്രസ് എന്തെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് എടാ സാല്യൂട്ടേഷൻ ആണ് അടുത്ത സംഗതിയാണ്. എന്ത്? സാല്യൂട്ടേഷൻ. അതായത് ഇത്രയും എഴുതി കഴിഞ്ഞല്ലേ, ആദ്യം നമ്മുടെ അഡ്രസ്സ്, പിന്നെ അവരുടെ അഡ്രസ്സ്, പിന്നെ നെക്സ്റ്റ് വണ് സാല്യൂട്ടേഷൻ. സർ എന്ന് വിളിക്കുക, ആ ഒരു സർ എന്ന് വിളിക്കുക, സാർ എന്ന് വിളിക്കുക. പിന്നെ ഇവിടെ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് SUB എന്ന് ഇട്ടിട്ട് 2 കുത്തിട്ട് വെക്കുക, സബ്ജക്റ്റ് ആണത്. അവിടെ ഈ കുത്ത് ഡാഷ് നിങ്ങൾ വരച്ച് വെക്കരുത്. എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ലേ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ആ കത്ത് എഴുതുന്നത് എന്നുള്ളത്. അപ്പൊ ആ കത്ത് എന്തിനെ കുറിച്ച് എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഗതി ഇവിടെ എഴുതി വെക്കുക. ആ സബ്ജക്ട് എന്താണോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ സബ്ജക്ട് തന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ ലെറ്റർ എഴുതാൻ പറഞ്ഞത്, അതിനെ ജസ്റ്റ് ഇവിടെ ഒരു വരിയിലാക്കിയിട്ട് എഴുതി വെക്കുക. ഓക്കെ, യെസ്, സെറ്റ് ആണെടാ. ഇനി നോക്കിയേ, ഐ ആം എ സ്റ്റുഡന്റ് ഓഫ് ABCDHSS ആലപ്പുഴ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് ചുമ്മാ കൊടുക്കാം. ഓക്കെ, ഒരു കാരണവശാലും മക്കളെ നമ്മൾ നമ്മുടെ സ്വന്തം സ്കൂളിന്റെ പേര് എഴുതരുത്. നമുക്ക് നമ്മുടെ സ്കൂളിനോട് ചിലപ്പോൾ ഭയങ്കരമായ സ്നേഹം ഉണ്ടാവും, ചിലപ്പോൾ യാതൊരു സ്നേഹവും ഉണ്ടാവില്ല. എന്ത് കാരണവശാലും നമ്മൾ നമ്മളുടെ സ്കൂളിന്റെ പേര് അവിടെ എഴുതരുത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിലേക്ക് വരുന്ന സമയം, ഇപ്പൊ നിങ്ങൾ +2 എത്തിയ ആൾക്കാരുടെ ഇത് പറയേണ്ട ആവശ്യമില്ല, 10ാം ക്ലാസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയാണ്, കാരണം നമ്മൾ നമ്മുടെ സ്കൂളിന്റെ അഡ്രസ് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഈ സ്കൂളിലുള്ള കുട്ടികളാണെന്നുള്ളത് നമ്മൾ അവിടെ ഐഡന്റിഫൈ ഒരു വിളിച്ച് പറയുന്ന പോലെയാണ്. സോ നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുള്ളത് നമ്മൾ ആ ഒരു ഐഡന്റിറ്റി നമ്മൾ ഒരിക്കലും പുറത്തു വിടരുത്. അപ്പൊ ഒന്നും കൊടുക്കണ്ട, ABCDHSS ഇട്ടാൽ മതി. അങ്ങനെ ഒരു സ്കൂൾ എവിടെയും ഇല്ല. യെസ്, ദെൻ തോട്ടക്കാട്ടുകര എന്ന് എഴുതിക്കോ, ചതിക്കാത്ത ചന്തൂല് കത്ത് എഴുതുന്ന പോലെ തോട്ടക്കാട്ടുകര. ഓക്കെ, ഫൈൻ. യെസ്, ഐ റീഡ് ദ ഹിന്ദു എവറി ഡേ. അപ്പം ആദ്യം തന്നെ നമ്മൾ ആ പത്രാധിപരെ പൊക്കണം. ഞാൻ നിങ്ങളുടെ പേപ്പർ എല്ലാ ദിവസവും വായിക്കാറുണ്ടെന്ന് പറയാം. ഐ റീഡ് ദ ഹിന്ദു എവറി ഡേ, എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ പേപ്പർ വായിക്കാറുണ്ട്. ആൻഡ് ഐ അപ്രിഷിയേറ്റ് ഹൗ ട്രൂത്ത്ഫുള്ളി യു റിപ്പോർട്ട് ദ ന്യൂസ്. കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, പഠിച്ചു വെച്ചോ, സെറ്റ് ആക്കി വെച്ചോടാ, ഇങ്ങനെ തന്നെ എഴുതിക്കോ. ആൻഡ് ഐ അപ്രിഷിയേറ്റ് ഹൗ ട്രൂത്ത്ഫുള്ളി യു റിപ്പോർട്ട് ദ ന്യൂസ്. നിങ്ങൾ എത്ര സത്യസന്ധതയോടെയാണ് വാർത്ത കൊടുക്കുന്നത് എന്നുള്ളതിനെ ഞാൻ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്നു. I am writing this letter to share my thoughts on. ഓക്കെ, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് to share my thoughts on, എന്റെ കുറച്ച് ചിന്തകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനെ കുറിച്ച്? എന്നിട്ട് നിങ്ങൾ ഇവിടെ ടോപ്പിക് എഴുതാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടോപ്പിക്, ഈ ഡ്രഗ് അബ്യൂസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് എഴുതാം, ടോപ്പിക് ഓൺ. എന്നിട്ട് ഈ സബ്ജക്റ്റില് ഇവിടെ എന്താണോ എഴുതിയത് അതേ സംഗതി ഇവിടെയും കൂടെ ഒന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ആയോ? സെറ്റ് അല്ലേ? യെസ്, നെക്സ്റ്റ്. എന്നിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക്, അതായത് നമ്മുടെ മെയിൻ കണ്ടന്റ്, അതായത് ലെറ്ററിന്റെ ബോഡിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുക, ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആൻഡ് വി നീഡ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്ന് പറഞ്ഞ് തുടങ്ങുക. ഓക്കെ, ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ. കാരണം എന്തായാലും എഡിറ്റർക്ക് ഒരു കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ള സൊസൈറ്റിയിൽ വരുന്ന ഒരു മാറ്റത്തിനെയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജിനൊക്കെ നമ്മൾ ലെറ്റർ ആയിട്ട് എഴുതുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് അവിടെ ആപ്റ്റ് ആണെടാ. ആണോ? ഒന്നുമില്ല, ധൈര്യമായിട്ട് എഴുതിക്കോ. യെസ്, ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആൻഡ് വി നീഡ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. എന്നിട്ട് നിങ്ങളുടെ ലെറ്ററിന്റെ കോണ്ടന്റ് ജസ്റ്റ് ഒരു 1-2 പാരഗ്രാഫിലാക്കിയിട്ട് എഴുതാം. അങ്ങനെ അത് എഴുതി കഴിഞ്ഞാൽ ഒരു 2 പാരഗ്രാഫിനുള്ളിൽ, 2-3 പാരഗ്രാഫിനുള്ളിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ലെറ്റർ എന്താണോ അതിനെക്കുറിച്ച് ഒരു ഐഡിയ എഴുതി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ എഴുതാം, ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു കൺസിഡർ മൈ വ്യൂസ് ആൻഡ് പബ്ലിഷ് ദം ഇൻ ദ ന്യൂസ് പേപ്പർ. അല്ലെ, ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു, ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്, ടു കൺസിഡർ മൈ വ്യൂസ്, അല്ലെ, എന്റെ ഈ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് പരിഗണിക്കണം, ആൻഡ് പബ്ലിഷ് ദം ഇൻ ന്യൂസ് പേപ്പർ, എന്നിട്ട് നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഒന്ന് കൊടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇവിടെ സോപ്പിട്ടത്. എന്ത്? ഞാൻ എന്നും നിങ്ങളുടെ പേപ്പർ വായിക്കാറുണ്ട്, സത്യസന്ധത മാത്രമേ നിങ്ങൾ പറയാറുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുശേഷം അല്ലെ, അപ്പൊ ഇത് പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് അറിയാം, അവർ വിചാരിക്കൂ ഞങ്ങളുടെ പേപ്പർ സത്യസന്ധതയുള്ള പേപ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു ലെറ്റർ ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അങ്ങനെ നിങ്ങളുടെ പേപ്പറിൽ കൊടുക്കണം.
ഐ ഹോപ്പ് മൈ മെസ്സേജ് റീച്ചസ് മെനി പീപ്പിൾ ത്രൂ ദിസ് പ്ലാറ്റ്ഫോം. അല്ലെ, ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണ്? മൈ മെസ്സേജ് റീച്ചസ് മെനി പീപ്പിൾ. ഒരുപാട് പേരിലേക്ക് ഈ ഒരു വാർത്ത എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ലെറ്റ്സ് വർക്ക് ടുഗദർ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ആ കൺട്രി. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കൺട്രീനെ എന്താ പറയാ ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കാം. താങ്ക് യു, ഒരു താങ്ക് യു കൊടുക്കുക. യോസ് ഫെയ്ത്ത്ഫുള്ളി, നിങ്ങളുടെ പേര് കൊടുക്കുക. അത്രേ ഉള്ളൂ. സെറ്റായിടാ, എഡിറ്റർക്കുള്ള കത്ത് സെറ്റായി അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ. 8 മാർക്കിന് മക്കളെ, 8 മാർക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാ നെക്സ്റ്റ് ഇവിടെ 6 6 8 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയേ. യെസ്, അപ്പൊ 20 മാർക്കിന്റെ ദാ ഈ ക്വസ്റ്റ്യൻ പിടിച്ചോടാം. ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ അല്ലെ, ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 5 6 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും കൂടുതൽ ഫോർമാറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. നോക്കിയടാ, നമ്മുടെ ഡാനിഷ് സാറിന്റെ പേരിലുള്ള ഒരു ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു CV ആണ് കേട്ടോ. ഡാനിഷ് സാർ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കടാ. ഫ്രം ഡാനിഷ് അല്ലെ, ഡാനിഷ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേരെന്താണ് ആ പേര് കൊടുക്കുക, എന്നിട്ട് അഡ്രസ്സ് കൊടുക്കുക, സ്ഥലം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എങ്ങോട്ടേക്കാണ് ജോലി നോക്കുന്നത്, എന്ത് കമ്പനിയിലേക്കാണ് അല്ലെങ്കിൽ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവരുടെ അഡ്രസ്സ് നെക്സ്റ്റ് കൊടുക്കുക. എടാ, നിങ്ങൾ ആർക്ക് എന്ത് കത്ത് എഴുതുമ്പോഴും ആദ്യം നമ്മുടെ അഡ്രസ്സ് എഴുതുക. എന്നതിന് ശേഷം രണ്ടാമത്തത് മാത്രം ആ കിട്ടുന്ന ആൾക്കുള്ള അല്ലെങ്കിൽ കമ്പനിക്കോ അല്ലെങ്കിൽ എഡിറ്റർക്കോ ആർക്കായാലും അവരുടെ അഡ്രസ്സ് രണ്ടാമത് എഴുതുക കേട്ടോ. എന്നിട്ട് അതിന് ആ സെക്കൻഡ് ആയിട്ട് അവരുടെ അഡ്രസ്സ് എഴുതുക. അപ്പൊ ഫസ്റ്റ് നമ്മുടെ അഡ്രസ്സ്, രണ്ടാമത്തെ അവരുടെ അഡ്രസ്സ്. ഇനി ഇതേ നേരത്തെ പോലെ തന്നെ ഒരു സർ, ഓക്കെ, സർ എന്ന് വിളിക്കുക, സബ്ജക്ട് കൊടുക്കുക. സബ്ജക്ട് എന്ന് പറഞ്ഞാലടാ ഏതൊരാളും ലെറ്റർ എടുത്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതെന്താ സാധനം എന്ന് മനസ്സിലാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. യെസ്, സബ്ജക്ട് എന്ന് എഴുതിയ ശേഷം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജർ ആണോ, അല്ലെങ്കിൽ എന്താ പറയാ അക്കൗണ്ടന്റ് ആണോ, ഇനി അല്ല ടീച്ചർ ആണോ, അല്ലെങ്കിൽ എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും ആ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് എന്താണോ അത് എവിടെ എഴുതി വെക്കുക. അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ടീച്ചർ, ട്യൂട്ടർ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് പറയാ ഐ സോ യുവർ ആഡ് ഇൻ ന്യൂസ് പേപ്പർ. ഞാൻ നിങ്ങളുടെ ആഡിന് ഇനിയിപ്പോ കുറച്ചും കൂടെ ആ ലെറ്ററിന് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ആഡിന് ഷോർട്ട് ആക്കി പറയണ്ട, നമുക്ക് എന്ത് പറയാം, അഡ്വർടൈസ്മെന്റ്. അപ്പൊ അത്രയും സ്ഥലവും കൂടെ പോയി കിട്ടിയില്ലേ, അഡ്വർടൈസ്മെന്റ്. യെസ്, അഡ്വർടൈസ്മെന്റ് എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല. അഡ്വർടൈസ്മെന്റ് ഇൻ യുവർ ന്യൂസ് പേപ്പർ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു അപ്ലൈ ഫോർ ദി പോസ്റ്റ് ഓഫ് അല്ലെ. അപ്പൊ ഇത് ഫസ്റ്റ് നമ്മള് സബ്ജക്റ്റിൽ കൊടുക്കാനുള്ള സംഗതിയാണ്. എന്ത്? ഫോർ ദി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് പോസ്റ്റിനാണോ നമ്മൾ കൊടുക്കുന്നത് അത് അവിടെ എഴുതി വെക്കുക കേട്ടോ. അതിന് ശേഷം ഐ സോ യുവർ ആഡ് ഇൻ ന്യൂസ് പേപ്പർ. ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് വെറുതെ ഡൗട്ട് ആവണ്ട. യെസ്, ഐ സോ യുവർ ആഡ്. നിങ്ങൾ ലെറ്ററിന്റെ ബോഡിയാണ് ഇത്. ഐ സോ യുവർ ആഡ് ഇൻ ന്യൂസ് പേപ്പർ. പത്രത്തിൽ നിങ്ങളുടെ അതിന്റെ പരസ്യം കണ്ടു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു അപ്ലൈ ഫോർ ദി പോസ്റ്റ് ഓഫ്. അപ്പൊ ഞാൻ ഈ കത്ത് എഴുതുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു. എടാ, ഇതിന്റെ കൂടെ തന്നെ വരണ്ട കേട്ടോ. അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാണ്, വേറെ ഒന്നുമല്ല. ഇതിന്റെ കൂടെ തന്നെയുള്ളതാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെയാണ് ഈ സംഗതി വരുന്നത് കേട്ടോ. യെസ്, ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഐ ഹാവ് എ PG ഇൻ ദ സബ്ജക്ട്. അതായത് ഏത് സബ്ജക്ട് ആണോ, ഇപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഐ ഹാവ് എ PG ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താണ്. നിങ്ങളിപ്പോൾ ഒരു ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം, എന്താണ് ഡിഗ്രി, ഓക്കെ, എന്താ പറയാ ഇപ്പം യെസ് ബാച്ചിലേഴ്സ് അല്ല, ഇപ്പൊ ഒന്നെങ്കിൽ BA എഴുതാം, അല്ലെങ്കിൽ BSc ഏതെങ്കിലും ഒന്ന് എഴുതാം. അല്ലെങ്കിൽ BSc ആണെങ്കിൽ എല്ലാം BSc MSc ഒക്കെ എഴുതി പോകണം. BA ആണെങ്കിൽ BA MA എന്ന് എഴുതി പോകണം. BCom ആണെങ്കിൽ MCom എഴുതണം. അങ്ങനെ ആലോചിക്കുക കേട്ടോ. യെസ്, BA അല്ലെങ്കിൽ BSc. പിന്നെ അടുത്തത് നെക്സ്റ്റ് വരിക MA ഓർ MSc, അത് കൊടുക്കാം. പിന്നെ PG, അതാണ് PG ആയല്ലോ. പിന്നെ B.Ed എന്നാണ് ടീച്ചേഴ്സിന് നമുക്ക് വേണ്ടത്, B.Ed ആണ്. പിന്നെ അതേപോലെ തന്നെ സെറ്റ്, KTET എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പാസ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് ടീച്ചറായിട്ട് ഒരു ചാൻസ് കിട്ടാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. യെസ്, ദെൻ ഐ ഹാവ് എ PG ഇൻ ദ സബ്ജക്ട്. ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് 2 years. എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഐ പ്രോമിസ് ടു വർക്ക് ഓണസ്റ്റ്ലി. ഞാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാമെന്ന് സത്യസന്ധമായിട്ട് ഉറപ്പ് വരുന്നു. താങ്ക് യു, യോർസ് ഫെയ്ത്ത്ഫുള്ളി നെയിം. ഇത്രയും മതി. ആ ലെറ്ററിന്റെ ഫോർമാറ്റിൽ ഇത്രയും എഴുതിയാൽ മതി. ലെറ്റർ ഒരുപാട് വലുതാക്കേണ്ട, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഇനി നമ്മുടെ റെസ്യൂമേ, CV അല്ലെങ്കിൽ ബയോഡേറ്റ, ആ സാധനത്തിന്റെ നോക്കിയിടാം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ എഴുതിക്കോ. ടു വർക്ക് ഫോർ ദി സൊസൈറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം ഇത് ടു വർക്ക് ഫോർ ദി സൊസൈറ്റി, നിങ്ങൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ജോബ് ആണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ
ടു വർക്ക് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദ കമ്പനി എന്നോ അല്ലെങ്കിൽ ടു സിൻസിയർലി വർക്ക് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദ കമ്പനി എന്നോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് ഒബ്ജക്റ്റീവ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നെയിം, നിങ്ങളുടെ പേര് കൊടുക്കുക, പിന്നെ അഡ്രസ്സും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, പേരന്റിന്റെ നെയിം, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മാരിറ്റൽ സ്റ്റേറ്റസ്, റിലീജിയൻ, ലാംഗ്വേജസ് നോൺ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്ത ശേഷം ലാംഗ്വേജസ് നോൺ, എന്തെങ്കിലും ഭാഷ അറിയെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഹോബി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, മക്കളെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ള കോഴ്സ് എന്താണോ അത് വേണം ആദ്യം എഴുതാനായിട്ട്. ഇപ്പം നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ BA MA ഒക്കെ എഴുതുന്ന സമയത്ത്, ഇപ്പം ഞാൻ B.Ed ആണ് ലാസ്റ്റ് പഠിച്ചത്, അപ്പം B.Ed ഏറ്റവും മേലെ എഴുതാം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ശരിക്കും MA ആണ്, അപ്പൊ എനിക്ക് എന്ത് എഴുതാം? യെസ്, MA എന്നുള്ളത് എഴുതാം. പിന്നെ B.Ed, അതിന് താഴെ BA, പിന്നെ +2, പിന്നെ 10th, ഇങ്ങനെ വേണം നമ്മുടെ ക്വാളിഫിക്കേഷന് വരാനായിട്ട്. അതായത് ഏറ്റവും ലാസ്റ്റ് പഠിച്ച കോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും വലിയ, ഇപ്പൊ ഞാൻ ശരിക്കും ലാസ്റ്റ് പഠിച്ചത് B.Ed ആണ്, പക്ഷെ എൻ്റെ അതിൽ അത് B.Ed എന്ന് പറയുമ്പോൾ ഒരു ബാച്ചിലേഴ്സ് കോഴ്സും MA എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് കോഴ്സും ആണ്. ഞാനിപ്പോ M.Ed ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്കിപ്പം M.Ed B.Ed എന്ന് കൊടുക്കാമായിരുന്നു, പക്ഷെ MA ആണ് ക്വാളിഫിക്കേഷൻ വൈസ് ഹയർ വരുന്നത്, അപ്പൊ നമ്മൾ ആദ്യം MA കൊടുക്കും, പിന്നെ അതിനുശേഷം B.Ed, BA, +2, 10th, ഇങ്ങനെ. അതായത് നമ്മൾ ക്വാളിഫിക്കേഷൻ ഏതാണോ ഏറ്റവും ഉയർന്നത് അത് ഏറ്റവും മേലെ കൊടുക്കുക, ക്വാളിഫിക്കേഷൻ താഴ്ന്നത് താഴേക്ക് കൊടുക്കുക കേട്ടോ. അതൊന്നും ഓർത്ത് വെച്ചാൽ മതി. കണ്ടോ, MSc, BSc, +2, SSLC ഇങ്ങനെ കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് അല്ലെ, ഏതെങ്കിലും കമ്പനിയിലോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ വേറെ എവിടെയെങ്കിലും ഒരു സ്കൂളിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കൊടുക്കുക. ലാസ്റ്റ് നമ്മുടെ അഡ്രസ്സും കൂടെ കൊടുത്തതിന് ശേഷം ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാല് ഇത് ഞാൻ തന്നെ എഴുതിയ കത്താണ് എന്നുള്ള ഉറപ്പാക്കാനാണ് കേട്ടോ. ഐ ഡിക്ലെയർ ദാറ്റ് ദ ഗിവൺ ഡീറ്റെയിൽസ് ആർ ട്രൂ ടു മൈ നോളജ്. ഓക്കെ, ആർ ട്രൂ, അത്രയൊക്കെ മതി കേട്ടോ. ഐ ഡിക്ലെയർ ദാറ്റ് ദ ഗിവൺ ഡീറ്റെയിൽസ് ആർ ട്രൂ ആസ് പെർ മൈ നോളജ്, അല്ലെങ്കിൽ ട്രൂ ടു മൈ നോളജ്. ഓക്കെ, ട്രൂ അത്രയും മതി കേട്ടോ. ദെൻ സൈൻഡ് നെയിം. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായിടാ നമ്മളുടെ ആ ഒരു CV-ക്കുള്ള ഒരു അത്യാവശ്യം മാർക്ക് കിട്ടാനുള്ള ഒരു ഫോർമാറ്റ് അതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ യെസ്, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനോണ്ട് യൂസ്ഫുൾ ആയി എന്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്ത് ചെയ്യുക, നമ്മുടെ ലൈവുകൾ വരുന്നുണ്ട്, ആ ലൈവുകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. യെസ്, അപ്പം അവിടെ കാണാം. ബൈ.